പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഖുർആനിലെ സ്ത്രീകൾ, ഇസ്ലാമിലെ സ്ത്രീകൾ എന്നതിനെ ആസ്പദമാക്കിയ ഏതാനും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ സ്ത്രീകളെ അങ്ങേയറ്റം ഉയർത്തിയാണ് കാട്ടിയിരിക്കുന്നത്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط وكانتا تحت عبدين من عبادنا صالحين وخانتاهما ومن يغني عنهما من الله شيئا وقيل ادخلوا النار مع الداخلين. ഇവിടെ ഈ ആയത്തിൽ രണ്ട് സ്ത്രീകളെ അവിശ്വാസികൾക്ക് ഉപമയായിട്ട് കാണിക്കുകയും അടുത്ത ആയത്തിൽ രണ്ട് സ്ത്രീകളെ വിശ്വാസികൾക്ക് ഉപമയായിട്ടും അല്ലാഹു കാണിച്ചിരിക്കുന്നു. ഒരാൾ ഒരു തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഒരു പുരുഷനാണെങ്കിൽ പരമാവധി ആ വ്യക്തിയിൽ തന്നെ അത് ചുരുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഒരു സ്ത്രീയാണെങ്കിൽ അത് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപിച്ച് കൊണ്ടേയിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇതിന് ഒരു ഉദാഹരണമായിട്ട് ഹജറ ബീവി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ വഴിയിൽ ലഭിച്ചപ്പോൾ അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയും അദ്ദേഹം അതിന് പറഞ്ഞ മറുപടിയായി, താങ്കളോട് അള്ളാഹു കൽപ്പിച്ചത് താങ്കൾ ചെയ്തു കൊള്ളുക, എന്നാൽ ക്ഷമാലുക്കളിലും നല്ല ആളുകളിലുമായിട്ട് താങ്കൾക്ക് എന്നെ കാണുവാൻ കഴിയുമെന്നാണ്. ഇത്തരം ഒരു മറുപടി ഇസ്മായിൽ നബിയിൽ നിന്നും ലഭിക്കുവാനുണ്ടായ കാരണം ആ തരത്തിലാണ് ഇസ്മായിൽ നബിയെ ഹജറ ബീവി പോറ്റി വളർത്തിയത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആരോടാണ് ഏറ്റവും കടപ്പാടുള്ളത് എന്ന് ചോദിക്കപ്പെടുമ്പോൾ തൻ്റെ മാതാവിനോടാണ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് തൻ്റെ പിതാവിനോട് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് മാതാവിനെ ഉയർത്തി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ എല്ലാ ഉത്തരവാദിത്വവും ഒരു പുരുഷനിൽ അർപ്പിതമാണ്, ഏതവസരത്തിലായാലും. അങ്ങനെയുള്ള ഈ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ പുരുഷൻ്റെ നേർപകുതിയായിട്ട് സ്ത്രീകൾക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയും സ്ത്രീകളെ അള്ളാഹു ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ, മകൾ, ഭാര്യ, ഭർത്താവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും ഒരു ഉത്തമ വനിതയായി ജീവിക്കുകയും അങ്ങനെ എല്ലാ സ്ത്രീകളും അത്തരത്തിലുള്ളവരായി തീരുകയും ചെയ്യുവാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.